നമസ്കാരം മച്ചാന്മാരെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വീഡിയോയിൽ നമ്മൾ ചെറിയൊരു അൺബോക്സിങ്ങും കുറച്ച് സംഭവങ്ങളൊക്കെ പിടിപ്പിക്കാനൊക്കെ ഉള്ള ഒരു പരിപാടിയിലാണ്. വേറൊന്നുമല്ല, നമ്മൾ ബൈക്കിൽ കുറച്ച് മോഡിഫിക്കേഷൻ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സംഭവം നമ്മളിന്ന് അതിനായിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ആ പ്രൊഡക്റ്റ് എത്തിയിട്ടുണ്ട്. ഇന്നപ്പോൾ നമ്മുടെ ഒപ്പം അൺബോക്സ് ചെയ്യാനായിട്ട് ഒരാളും കൂടി ഉണ്ട്. ഇത് കണ്ട എവിടെ ഇത് നമ്മുടെ കുഞ്ഞാട്ടാ. കുഞ്ഞിങ്ങോട്ട് നോക്കിയേ, ഹായ് തന്നെ വീഡിയോക്ക് ഹായ് തന്നെ. ഇതാണ് നമ്മുടെ കുഞ്ഞീട്ടാ, നമ്മുടെ വീട്ടിലെ പുതിയൊരാളാണ്. ഓക്കെ, ഇപ്പം ചക്കി ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം പുറത്തേക്ക് ഓടിപ്പോയുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു മൊബൈൽ ഹോൾഡറാണ്. നമ്മൾ ബൈക്കിലൊക്കെ വയ്ക്കുന്ന ഒരു മൊബൈൽ ഹോൾഡറാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പെട്ടി ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇത് എന്താണ് നമുക്ക് വണ്ടിയിലേക്ക് കണക്ട് ചെയ്യാം. എൻ്റെ വണ്ടി ഇത് അവിടെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ MT അവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് സംഭവം എന്തൊക്കെയാണ് അതിൽ വന്നതെന്നുള്ളത് കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾ MTയിൽ കണക്ട് ചെയ്യാനായിട്ട് പോവാണ്. USB ചാർജർ എല്ലാ സെറ്റപ്പ് കാര്യങ്ങളുള്ള ഒരു മൊബൈൽ ഹോൾഡറാണ്. അപ്പോൾ എങ്ങനെയാണ്, നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്താണ് ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ നോട്ടിഫിക്കേഷൻസ് എന്നുള്ളത് എനേബിൾ ചെയ്തിടാനായിട്ട് മറക്കരുത്. പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തിട്ട് പോകണം. അപ്പോൾ നമുക്ക് നേരെ പോവാം. പെട്ടി തുറക്കാട്ടോ, വച്ച് നീരുന്നത് കുഞ്ഞിവിടെ ഉണ്ട്. അമ്മ ഇവിടെ നിന്ന് കുരക്കിടുക, അവളുണ്ടെന്ന് പറഞ്ഞതാണ് അൺബോക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ പെട്ടി. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമുക്ക് മേടിച്ചത് BOBO.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നാണ്. ഓൾറെഡി ഞാൻ ഈ പെട്ടി പൊട്ടിച്ചുവിട്ടു. അതാണ് ഈ രണ്ടാമത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചേക്കണേ. അതെ, ചുമ്മാ ഒട്ടിച്ച് വെച്ചു എന്നുള്ളൂ. നമ്മൾ എന്താ അൺബോക്സ് ചെയ്യുമ്പോൾ ഒന്ന് പെട്ടി തുറക്കണേയൊക്കെ കാണിക്കണ്ടേ, അതുകൊണ്ട് ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടി ഓപ്പൺ ചെയ്യാന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ പെട്ടി. ഇത് ബ്ലാക്ക് കളറാണ്, MC6S ബ്ലാക്ക്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഓക്കെ. അപ്പോൾ പെട്ടിയിൽ വരുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒരു സാധനം പെട്ടിയുടെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സാധനം വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു പാക്കറ്റ് കുറച്ച് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ മെയിനായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ ഹോൾഡർ. ഓക്കെ, മൊബൈൽ ഹോൾഡർ വരുന്നുണ്ട്. പിന്നെ വരുന്നത് 2 സ്ട്രിപ്പുകൾ. അതിപ്പോൾ എന്താ പറയുക, വണ്ടിയുമൊക്കെ വയറൊക്കെ സ്ട്രിപ്പ് ചെയ്യാനായിട്ടില്ല, ആ സംഭവം തന്നെയാണ്. പിന്നെ വരിക അവരുടെ ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ട്, VIP ക്ലബ്ബ് ജോയിൻ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പോൾ കണ്ട, രജിസ്റ്റർ യുവർ പർച്ചേസ് ആൻഡ് ഗെറ്റ് ഫോളോ ബെനിഫിറ്റ്സ്. 500 രൂപയൊക്കെ എന്തോ ജോയിനിങ് ബോണസൊക്കെ ഉണ്ട് കേട്ടോ, എൻ്റെ മോനെ. പിന്നെ നമുക്കൊരു ഫ്യൂസ് വരുന്നുണ്ട്. ഓക്കെ, ഇതെന്തിനാണെന്ന് ഞാൻ കാണിച്ചത്. ഇത് നമുക്ക് എക്സ്ട്രാ വരുന്ന ഫ്യൂസാണ്. അത് നല്ലൊരു കാര്യം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ബൈക്ക് ഹോൾഡർ. അപ്പോൾ ഇതിൽ ഇവിടെയായിട്ട് നടുക്കായിട്ട് എവിടെയാണ്, ഇതിപ്പോൾ കെട്ടുകൂടിയിരിക്കുന്ന കാരണമാണ്. ഇതിൻ്റെ നടുക്കൊരു ഇതുണ്ട്, ഫ്യൂസ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി ഇതിലൊരു ഫ്യൂസ് വരുന്നുണ്ട്. നമുക്ക് ഇൻ കേസ് അടിച്ച് പോകാമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പറയാൻ പറ്റില്ല, കറണ്ട് കൂടി ഒന്ന് അടിച്ചു പോയാലൊക്കെ നമുക്ക് എക്സ്ട്രാ ഒരു ഫ്യൂസ് വയ്ക്കാനുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇതും അടിച്ചു പോയാൽ പുറത്ത് മേടിക്കാൻ കിട്ടുമായിരിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും ആ സംഭവം നൈസായിട്ടുണ്ട്. പിന്നെ ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ സ്കൂട്ടറൊക്കെ ഇല്ലേ, ആക്റ്റീവ അങ്ങനത്തെ വണ്ടികളൊക്കെ ബൈക്കിലും വയ്ക്കാം. ഈ നമ്മുടെ മിററിൻ്റെ ആ ലെഗിൽ കണക്ട് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ട് വേണം ഇതിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് നമ്മുടെ മൊബൈൽ ഹോൾഡർ. ഓക്കെ, ഇനി ഈ കവറിൻ്റെ ഉള്ളിൽ കുറച്ച് സംഭവങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. വേറൊന്നുമില്ല, ഒരു LNG പോലത്തെ സാധനവും പിന്നെ ഇതിൻ്റെ കണക്ട് ചെയ്യുന്ന ഒരു സംഭവം മാത്രമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളൂ. പിന്നെ ഒരു 3mm ഡബിൾ സൈഡ് ടേപ്പാണോ, അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തോ ഒരു ടേപ്പ് അതിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ എന്തായാലും ഇത് പൊട്ടിച്ച് നേരെ പുറത്തേക്ക് ഇട്ടേ. അതിൻ്റെ ഉള്ളിൽ കുറച്ച് സംഭവങ്ങളുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ വന്നേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊരു റൗണ്ട് പോലെ വയ്ക്കാനായിട്ടുള്ളൊരു സാധനമാണ്. ഓക്കെ, അതെന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ കണ്ട ഈ റൗണ്ട് കണ്ട, ഇത് ഓൾറെഡി ഇതും ഒരെണ്ണമുണ്ട്, പക്ഷേ എക്സ്ട്രാ ഇത്തിരി എന്തോ റേഡിയസ് വ്യത്യാസമുണ്ട്. ആ ഒരു സാധനമാണ് ഇതിൽ വരിക. ഈ സംഭവം നമ്മൾ ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. അതല്ല, നേരിട്ട് നമ്മുടെ ബൈക്കിൻ്റെ ആ ഒരു ഇതിലേക്കും കണക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇത് ഈ ഒരു സംഭവം ടൈറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയുള്ള LNG ആണ്. ഇത് കണ്ട, ഇങ്ങനെയായിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഇതൊരു സ്റ്റിക്കറാണ്. ഇത് എന്തിനാണെന്നുള്ളത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു മൊബൈൽ ക്ലിപ്പ് ഹോൾഡറിൽ വരുന്നത്.
അപ്പോൾ ഗൈസ് ഞാനിനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ തൊട്ടടുത്തുള്ള ബൈക്ക് വർക്ക്ഷോപ്പിൽ പോയിട്ട് ഈ സംഭവം കണക്ട് ചെയ്യാനായിട്ടുള്ള സെറ്റപ്പ് ചെയ്യാനാണ് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി എനിക്ക് ഇതിൻ്റെ കണക്ഷൻ കാര്യങ്ങൾ അറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വയറൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഇത്തിരി ഇതുണ്ട്. കാരണം ഡയറക്റ്റ് ഔട്ട് എടുക്കാതെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ മാത്രം കറണ്ട് വരുന്ന സെറ്റപ്പിൽ ചെയ്യണം. അപ്പോൾ അതെനിക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അതുപോലെ തന്നെ കുറച്ച് മെക്കാനിസം ഉണ്ട്. അപ്പോൾ ഇത്തിരി ചടങ്ങ് കേസാണ്. അപ്പോൾ ഞാൻ എന്തായാലും കടയിൽ പോയി ഇതൊന്ന് കണക്ട് ചെയ്യട്ടെ. എന്നിട്ട് പറ്റുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ വെച്ച് ചെയ്യുന്ന വീഡിയോ ചെയ്യാം. തിരക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. എന്തായാലും അത് ചെയ്തിട്ടുള്ള വീഡിയോ ആണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ബാലൻസ് ഈ വീഡിയോ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതെന്തായാലും പോയി ഒന്ന് കണക്ട് ചെയ്തിട്ട് വരട്ടെ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ബോബോ ഗിയർ ആ ഒരു മൊബൈൽ ഹോൾഡർ നമ്മളിത് ഇവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. സംഭവം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫിറ്റ് ചെയ്യണ വീഡിയോ എടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെട്ടമൊന്നും ഇല്ലാതിരുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു അപ്പോൾ ഫിറ്റിങ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കാരണം വീഡിയോ എടുക്കാനായിട്ടൊന്നും പറ്റിയിരുന്നില്ല. ഞാനിത് കണക്ട് ചെയ്തേക്കണ എവിടെയാണെന്ന് വെച്ചാൽ നമ്മളത് ഈ നോക്കിയാണ് ഈ ഒരു എന്താ പറയുക മിററിൻ്റെ ആ ഒരു കേബിൾ വന്നിരിക്കുന്ന ഇതിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്രോ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ബ്രോ ഇതെങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ കണക്ട് ചെയ്തതെന്ന് വെച്ച്. ഓക്കെ, അപ്പോൾ അത് ഈ ഒരു ഹാൻഡ് ഗ്രിപ്പ് പോലത്തെ ഒരു സാധനമുണ്ട്, ഒരു നോബ്. ആ നോബ് നമുക്ക് ഈ ഒരു മൊബൈൽ ഹോൾഡറിൻ്റെ ഒപ്പം കിട്ടുന്നതാണ്. അതാണ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യേണ്ടത്. മിററിൻ്റെ സംഭവമല്ലേ ഇവിടെ ഇത് കണക്ട് ചെയ്യണം. ആ ഗ്യാപ്പിൽ വെച്ചിട്ട് മിറർ ടൈറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കിട്ടുന്ന ആ ഒരു മൊബൈൽ ഹോൾഡറിൻ്റെ സാധനം ഇവിടെ ഫിറ്റ് ചെയ്താൽ മതി. ഇത്രയാണ് ഇതിൻ്റെ കണക്ഷൻ കാര്യങ്ങൾ വരുന്നുള്ളൂ. സിമ്പിളാണ്. പിന്നെ വയറിംഗ് ഉണ്ട്. ഓക്കെ, നമുക്ക് ചാർജ് ചെയ്യുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ USB ചാർജർ. ഇവർ USB ചാർജർ QC 3.0 വരെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അതൊന്നും ടെസ്റ്റൊന്നും ചെയ്തില്ല. പിന്നെ നമുക്കിത് ഓൺ ആക്കുമ്പോൾ ഇവിടെ ബാക്കിലായിട്ട് ഒരു സ്വിച്ച് ഉണ്ട്. ഇത് കാണാം. ഓക്കെ, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ സ്വിച്ച് ഓൺ ആക്കിയാലാണ് ഇതിലേക്ക് പവർ വരുള്ളൂ. ഞാനിപ്പോൾ എന്തായാലും ഈ വയറിൻ്റെയൊക്കെ കണക്ഷൻ വച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഡയറക്റ്റ് ബാറ്ററിയിലോട്ടല്ല കൊടുത്തിരിക്കുന്നത്. നമ്മുടെ താക്കോൽ ഓണാക്കുമ്പോൾ മാത്രം ഓണാവുന്ന ടൈപ്പാണ് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറേ പേരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ ഡയറക്റ്റ് ബാറ്ററിയിലേക്ക് കൊടുക്കണ്ടെന്നാണ് പറഞ്ഞത്. കാരണം നമ്മുടെ വണ്ടി എവിടെയെങ്കിലുമൊക്കെ വച്ചിട്ട് പോയാൽ ആർക്ക് വേണമെങ്കിലും ഈ ചാർജർ കണക്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ചാർജ് ആവും. അപ്പോൾ നമ്മുടെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിനായി പോകാനും ചാൻസ് ഉണ്ട്. അത് കാരണം ഡയറക്റ്റ് ബാറ്ററിയിലേക്കല്ല കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ സ്വിച്ച് ഓണാക്കിയപ്പോൾ വണ്ടി ഓണായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതിപ്പോൾ ഓഫാണ്. സ്വിച്ച് ഞാൻ ഓണാക്കുമ്പോൾ ഇവിടെ ലൈറ്റ് കളി കേട്ടോ. കണ്ട ലൈറ്റ് കളിഞ്ഞേക്കണ. ഇതാണ് അതിൻ്റെ മെക്കാനിസം. ഇതിൽ തന്നെ ഓൾറെഡി ഒരു സ്വിച്ച് ഉണ്ട്. നമ്മൾ എക്സ്ട്രാ വേറെ സ്വിച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ കണക്ഷൻ പോയേക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഫിറ്റിങ് കാര്യങ്ങൾ മനസ്സിലായില്ലേ? സിമ്പിളാണ്. ഒട്ടും പാടൊന്നുമില്ല. നമ്മുടെ ആ ഒരു മിററിൻ്റെ ഹാൻഡിലിൻ്റെ എവിടെയാണ് ഈ ഫസ്റ്റ് നോബ് വരാം. അതിൻ്റെ മേളിലാണ് നമുക്ക് ഈ സംഭവം വരാം. പിന്നെ ഞാൻ ഇവിടെ വയറിത്തിരി വളച്ചൊക്കെ കയറ്റിയിട്ടിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇൻ കേസ് നമുക്കിത് ഡയറക്റ്റായിട്ട് ഇവിടേക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ആ ഒരു നോബ് വെച്ച് ഊരിയിട്ട് ഇവിടെ കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് വെക്കാനായിട്ട് വരിക. ഓക്കെ, പിന്നെ ഇതിൻ്റെ നോബ് കാര്യങ്ങൾ നോക്കാമെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഫോൺ വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ കറൻറ്റ്ലി എൻ്റെ കയ്യിൽ ഫോണില്ല. ഫോൺ ചാർജ് ചെയ്യാനായിട്ട് ഇട്ടേക്കാണ്. അപ്പോൾ സീനാണ്. നമുക്കിത് ഇത്രയും നീക്കി വെച്ചിട്ടാണ് ഫോൺ ഇങ്ങോട്ട് ഇറക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫോൺ വെച്ചിട്ട് ഇത് വെച്ച് നമുക്ക് തന്നെ ടൈറ്റ് ചെയ്യാൻ പറ്റും. നല്ല പക്ക സ്റ്റഡി ആയിട്ടിരിക്കും കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സ്റ്റെബിലൈസേഷനാണ്. സ്റ്റെബിലൈസേഷൻ മീൻസ് നമ്മുടെ ചാടിപ്പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഈ സംഭവം വച്ചിട്ട് ഇപ്പോൾ 2 ദിവസത്തിന് മേളായിട്ടുണ്ട്. എനിക്ക് PSC എക്സാം ഉണ്ടായിരുന്നു. നമ്മുടെ 10ാം ക്ലാസ്സിലെ പ്രിലിമിനറി എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് എറണാകുളത്തായിരുന്നു സെൻറ്റർ. അപ്പോൾ കറക്റ്റ് അന്നത്തെ ദിവസം രാവിലെയാണ് ഈ സംഭവം സെറ്റ് ചെയ്തത്. നമ്മൾ ഫോണൊക്കെ വെച്ച് നല്ല തകർപ്പനായിട്ട് വഴിയൊക്കെ കണ്ടുപിടിക്കാനായിട്ട് അത് ഉപയോഗിച്ചൊക്കെയാണ് പോയത്. അപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ശരിക്കുള്ളൊരു യൂസ് മനസ്സിലായത്. എന്തായാലും സെറ്റായിരുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ വയറിങ് പോയേക്കണം. ഞാൻ കാണിച്ചത് ജസ്റ്റ് ഒന്ന് സീറ്റ് തുറക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഓക്കെ ഡയറക്റ്റ് ബാറ്ററിയിലേക്ക് ഒന്നുമല്ല കൊടുത്തേക്കണം. നമ്മുടെ വയർ വന്നിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു വയർ ഇതിൻ്റെ ഉള്ളിക്കൂടെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ താഴേക്ക് ഉള്ളിക്കോട് എടുത്തു. ഓക്കെ, ഉള്ളിക്കോട് എടുത്തിട്ട് ഇങ്ങനെ വന്നത് കണ്ട ഈ വയറുണ്ടോ, ഇതാണ് ഇതിൻ്റെ വയർ. ഓക്കെ, ഈ വയർ നേരെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഒരു വയർ ഇതാ ഇവിടെ ഇഗ്നീഷൻ്റെ അവിടെ, അതായത് എർത്തുള്ള സ്ഥലത്തും കൊടുത്തു. പിന്നെ ഒരെണ്ണം ആ സ്വിച്ച് ഓൺ ആക്കുമ്പോഴുള്ള ആ ഒരു സെറ്റപ്പിൻ്റെ അവിടെയാണ് കൊടുത്തിരിക്കുന്നത് ഉള്ളിൽ. പിന്നെ ഇതിൽ ഫ്യൂസ് ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഫ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. ഇൻ കേസ് ഫ്യൂസ് അടിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് വേറെ ഫ്യൂസ് ഇടാൻ പറ്റും. ഓൾറെഡി പാക്കിൽ ഒരു ഫ്യൂസും കൂടി വരുന്നുണ്ട്. അതല്ല അതടിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുമെന്ന് വിചാരിക്കണം.
അപ്പോൾ വേറെ ബാറ്ററിയിലേക്കൊന്നും ഡയറക്റ്റ് കൊടുത്തിട്ടൊന്നുമില്ല. പിന്നെ വേറൊരു സംഭവം കൂടി ഞാൻ വെച്ചിട്ടോ, ഒരു ബസർ വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. വണ്ടി ഓണാക്കി കേട്ടാ, ഭയങ്കര വെച്ചാണ്. ഓക്കെ, ഞാനൊരു ബസർ കണക്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഈ ഒരു ഇൻഡിക്കേറ്റർ ഇട്ട് കഴിയുമ്പോൾ അത് തട്ടാനായിട്ട് മറന്നു. ഞാൻ ഈ വണ്ടിക്ക് മാത്രമല്ല, എൻ്റെ എൻഫീൽഡ് വണ്ടി ഉണ്ടായിരുന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. പിള്ളേർ സെറ്റിൽ അങ്ങനെ ബസറൊന്നും വെക്കണ കണ്ടിട്ടില്ല, പക്ഷേ എനിക്കത് വേണം, കാരണം മറന്നു. അപ്പോൾ അത് കാരണമാണ് ബസർ വെച്ചത്. ബസർ വെച്ച് എന്തായാലും നല്ല ഉപകാരമായിട്ടുണ്ടായി. ഈ വണ്ടിക്കാണെങ്കിലും ഇപ്പോൾ ബസർ വെച്ചിട്ട് നല്ല ഉപകാരമാണ്. കാരണം നമ്മുടെ ഇൻഡിക്കേറ്റർ തട്ടാൻ മറന്നു പോയാൽ അവിടെ അറിയാൻ പറ്റും. അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ ഓടിക്കുമ്പോൾ അത്ര വലിയ സൗണ്ടൊന്നുമില്ല. ഇപ്പം നിങ്ങൾ കേട്ട അത്ര സൗണ്ടൊന്നും കിട്ടില്ല കേട്ടോ, ചെറിയ സൗണ്ടാണ് കിട്ടുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു ബോബോ ഗിയർ നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ മേടിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ നമുക്കൊരു കൂപ്പൺ കോഡ് തന്നിട്ടുണ്ട് ബോബോ ഗിയറുകാർ. അപ്പോൾ ആ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. ഓക്കെ, ഇത് ഏകദേശം ഒരു പ്രീമിയം ആയിട്ടുള്ള കേട്ടോ, കാരണം USB 3.0 ചാർജറൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ചാർജറല്ല, ചാർജിങ്. ഓക്കെ, അപ്പോൾ ഇതിന് ഏകദേശം എനിക്ക് തോന്നുന്നു 2300 രൂപ അടുത്തുണ്ട് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയാം. അതല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ചാർജിങ് ഇല്ലാത്ത ടൈപ്പ് ആണെങ്കിൽ അവരുടെ ബോബോ ഗിയർസിൻ്റെ കിട്ടും. അധികം പൈസയൊന്നും കാര്യമൊന്നും ആവില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ. പിന്നെ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇട്ടെന്താണെന്ന് വെച്ചാൽ, കാരണം മലയാളത്തിൽ കുറേ വീഡിയോ ഒക്കെ ഞാൻ സെർച്ച് ചെയ്തു, അതിലൊന്നും കണ്ടിട്ടുണ്ടായില്ല എങ്ങനെ ഈ ഒരു സംഭവം കറക്റ്റായിട്ട് കണക്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതും കൊണ്ടും കൂടി കേട്ടോ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കണ്ണാപ്പി വ്ലോഗ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി ഫോട്ടോ, ഇത് ഓൾറെഡി വച്ചിട്ടുള്ള. അപ്പോൾ അതിൽ കുറേ ഒരു ബ്രോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായി ഇതിൻ്റെ ഒന്ന് കറക്റ്റായിട്ട് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതും ആ ബ്രോയ്ക്കും കൂടി വേണ്ടിയാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഇട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇപ്പോൾ എന്താണ് മൊബൈൽ വയ്ക്കുന്ന ഒരു സംഭവം, ഈ മൊബൈൽ ഹോൾഡർ ബൈക്കിലൊക്കെ വയ്ക്കാനായിട്ട് മേടിക്കാനൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബോബോ ഗിയറിൻ്റെ സൈറ്റ് കൂടി ഒന്ന് കയറി നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് ബോബോ ഗിയർ. ഇന്ത്യൻ കമ്പനിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഗാഡ്ജറ്റ്സുകൾ, അത് ബൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സുകളാണ് അവർ വിൽക്കുന്നത്. അപ്പോൾ കയറി നോക്കുക അവരുടെ സൈറ്റിൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം മേടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മേടിക്കണമെന്നൊന്നുമില്ല. പിന്നെ നമ്മുടെ ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫർ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ നമ്മുടെ ചാനലിൻ്റെ പേര് ഇപ്പോൾ കറൻറ്റ്ലി കണ്ണാപ്പി എന്നാണ്, പക്ഷേ അതൊന്ന് ചെറുതായിട്ടൊന്ന് പേര് മാറ്റാനായിട്ടുള്ളൊരു പ്ലാനിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല കിടിലൻ പേരുകളൊക്കെ സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓൾറെഡി എൻ്റെ മനസ്സിലൊരു പേരുണ്ട്. അപ്പോൾ അത് വൈകാതെ തന്നെ ലോഗോ ഒക്കെ ആയി കഴിയുമ്പോൾ ലോഗോ ആക്കാൻ പറ്റുമെന്നൊക്കെ ഒന്ന് നോക്കട്ടെ. സെറ്റായി വരാമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ അടുത്ത് തന്നെ പേര് മാറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും എന്താണ് സജസ്റ്റ് ചെയ്യുക കേട്ടോ, പേരുകൾ സജസ്റ്റ് ചെയ്യുക. ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേരെ. നമുക്ക് മെയിനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവിധ വീഡിയോസും ഇടാൻ വേണ്ടി, ഒരു വ്ളോഗ് മാത്രമൊന്നുമല്ല, നമ്മൾ ഗെയിമിംഗ് ഒഴിച്ച് എന്ത് വീഡിയോ ഇടാൻ വേണ്ടി ഉള്ള ഒരു ചാനലായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ പറ്റിയ പേരുകൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് അധികം വലിച്ചു വിടണമെന്നില്ല, നമ്മൾ ഇത്തിരി ലെങ്തി വീഡിയോ ആയിട്ടുണ്ട്, അത് ആ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുള്ള കാരണം. പിന്നെ ആ ബോക്സിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മുടെ ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ബോക്സിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും എല്ലാ ചങ്കുടികളും ഗുഡ് ബൈ.